അല്ലെങ്കിൽ മനുഷ്യർക്ക് പന്നി മാംസം കഴിക്കാൻ പറ്റും. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ വേണ്ട, മനുഷ്യർക്ക് പന്നി മാംസം കഴിക്കാൻ പറ്റും എന്നുള്ളതാണ്. ആ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര ഇഷ്ടം തോന്നിപ്പോയ ഒരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു വീഡിയോ റിയാക്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിൽ മുസ്ലിങ്ങൾ പന്നി മാംസം കഴിക്കാൻ പാടില്ല എന്ന രീതി കൊണ്ടാണ് ആ ഒരു ചങ്ങായി തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ പന്നി മാംസം കഴിക്കാത്തതെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ ഉള്ളത്. ആ വീഡിയോ റിയാക്ട് ചെയ്യാണ് ഈ ഒരു മനുഷ്യൻ ചെയ്തത്. എനിക്ക് ഭയങ്കര രസകരമായി തോന്നിയ സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ആദ്യം തന്നെ പറഞ്ഞത് എന്താ, മുസ്ലിങ്ങൾ ഈ മനുഷ്യ ഗണത്തിൽ പെടില്ലേ? ലോകത്തെല്ലായിടത്തും ഒരുപക്ഷെ ബീഫ് എന്ന് പറയുന്ന ഈ ഒരു മീറ്റിനേക്കാൾ ഏറ്റവും നല്ലതും, അല്ലെങ്കിൽ ഈ ബീഫ് കഴിച്ചുണ്ടാക്കുന്ന ശാരീരിക പ്രശ്നങ്ങളെക്കാൾ വളരെ കുറവ് മാത്രം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു മീറ്റാണ് നമ്മുടെ പന്നി എന്ന് പറയുന്നത്. അതാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഒരു മീറ്റിലൊന്ന്. ഈവൻ ഒരുപക്ഷെ പന്നി മാംസം കഴിച്ച് ചത്തുപോയതിനേക്കാൾ കൂടുതൽ ആളുകൾ, അതായത് കൃത്യമായിട്ട് അതിന്റെ വേവിക്കലും മറ്റൊക്കെ ഇല്ലാത്തതിന്റെ മരിച്ചുപോയ കൂടുതൽ, ഒരുപക്ഷെ ചിക്കൻ അടക്കം കഴിച്ചിട്ട് നമ്മുടെ കേരളത്തിൽ മരിച്ചു പോയിട്ടുണ്ട് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഗംഭീരമായിട്ട് ഈ ഒരു മനുഷ്യൻ പറയുന്നുണ്ട്. തുടക്കത്തിൽ പറയുന്നത്, ദയവ് ചെയ്തിട്ട് നമ്മുടെ മതങ്ങൾ ഒരു മതവും ഭക്ഷണത്തിലൊന്നും മതം കലർത്താതിരുന്നാൽ വളരെ നന്നായിരിക്കും. കേരളത്തിൽ അറ്റ്ലീസ്റ്റ് എങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാനുകൂടി അത് പറയാം എന്ന് വിചാരിച്ചുകൊണ്ടാണ്. പലപ്പോഴും ഈ ഒരു ശബരിമല കാലം വരുമ്പോഴൊക്കെ അരവണ പായസമൊക്കെ നമുക്ക് കിട്ടും. ഞാൻ അരവണ പായസത്തെ കുറിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു കേട്ടോ. ഈ അരവണ പായസം കിട്ടിയിട്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ അത് അനുഭവിച്ചിട്ടില്ല, പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാനത് കൂടുതലായിട്ട് അനുഭവിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. അരവണ പായസം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ആരെങ്കിലും കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ മിക്കവാറും അത് നമ്മൾ കോളേജിലേക്കും അല്ലെങ്കിൽ സ്കൂളിലേക്കോ കൊണ്ടുപോകും. ഈ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളെ സുഹൃത്തുക്കൾക്കെല്ലാം ഇത് സ്പൂണ് കൊണ്ട് കോരി കൊടുക്കുമ്പോൾ എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ചില ഇസ്ലാം മത വിശ്വാസികൾ, ചിലര് എന്ന് അങ്ങനെ തന്നെ പറയട്ടെ, ചില ഇസ്ലാം മത വിശ്വാസികൾ ഇത് വാങ്ങിച്ചു കഴിക്കില്ല. ഇത് അമ്പലത്തിൽ പൂജിച്ച ഒന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരിത് വാങ്ങിച്ചു കഴിക്കാത്തത്. ഇതേത് ഫാക്ടറി ഉണ്ടാക്കുന്നതാണ്, ഞാൻ അവർ കഴിക്കാൻ വേണ്ടി പറയുന്നില്ല. ഇത് ഫാക്ടറിയാണ് നിർമ്മിക്കുന്നത്, ഇത് പൂജിച്ചു കൊണ്ടുവരുന്ന സംഗതി ഒന്നല്ല. പക്ഷെ അതിന് പ്രസാദം എന്ന നിലയ്ക്ക് അവർ വാങ്ങിച്ചു കൊണ്ടുവരികയാണ്. പക്ഷെ അതുപോലും അവരെ മതം വിലക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് നേരെ ഇപ്പുറത്തുണ്ടേ, നേരെ ഇപ്പുറത്തുണ്ട്. ഇനിയിപ്പോ നമ്മള് ഇസ്ലാം മതം വിശ്വാസം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർ, പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പറയാനുള്ള അവർ ഏറ്റവും കൂടുതൽ മീറ്റ് കഴിക്കുന്നു എന്നുള്ളതാണ്. ആയിക്കോട്ടെ, മാംസം എന്നൊരു സാധനം നമ്മൾ കഴിക്കേണ്ടതാണ്. ഏറ്റവും നന്നായിട്ട് കഴിക്കേണ്ട ഭക്ഷണങ്ങളൊന്ന് മാംസം തന്നെയാണ്. ഈ അരിഞ്ചോറൊക്കെ കുറെ വാരിത്തിനേക്കാൾ കൂടുതൽ മാംസം തന്നെയാണ് ഏറ്റവും നമ്മൾ കഴിക്കുന്നത് നല്ലത്. എന്തൊക്കെയായാലും ഈ മാംസം കഴിക്കുന്നതിൽ പോലും നമ്മുടെ ഇപ്പം നാട്ടിൽ പ്രശ്നം വന്നിരിക്കുന്നു. അറിയാം, നമുക്ക് കഴിഞ്ഞൊരു 10 വർഷം മോദി കൃത്യമായിട്ട് അധികാരത്തിൽ കയറിയതിന് ശേഷമാണ് ഒരുപക്ഷെ ബീഫ് കഴിച്ചു എന്നതിന്റെ പേരിലൊക്കെ മരണപ്പെടേണ്ട അവസ്ഥയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായത്. അതായത് ഹിന്ദുക്കളാണെങ്കിൽ നേരെ അപ്പുറത്തോട്ട് ഈ ബീഫ് കഴിക്കുന്നതിന് എതിർക്കുക, അല്ലെങ്കിൽ പശുവിനെ കഴിക്കുന്നതിന് എതിർക്കുക, അങ്ങനെ മാംസം കഴിക്കുന്നതിന് എതിർത്തുകൊണ്ട് അവർ മുഴുവൻ ജിഹാദികളാണെന്നും അവർ മുഴുവൻ വെറുക്കപ്പെടേണ്ടവരെന്ന് പറയുക. ഇവരിപ്പുറത്തിരുന്നെങ്കിൽ ഈ പന്നി മാംസം കഴിക്കാൻ പാടില്ല, പന്നിക്ക് എന്തൊരു വലിയ പ്രശ്നമാണ്, പന്നി മാംസം കഴിച്ചിട്ടാണ് ഈ ലോകത്ത് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് എന്നൊക്കെയുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു വെക്കുക. അതായത് അത് ഏത് മതമായിക്കോട്ടെ, എല്ലാ മതവും ഏറെയും കുറഞ്ഞു ഒരുപക്ഷെ ഈ എന്താ പറയുക ഭക്ഷണത്തിലൊക്കെ ഈ മതം കലർത്തുന്നതാണ്. എന്തായാലും ഈ ചങ്ങാതി ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു വയ്ക്കുന്ന ഏറ്റവും രസകരമായ കാര്യം, ഈ പന്നിമാംസം പറയുന്നത് ഒരുപക്ഷെ ലോകത്തുള്ള മറ്റേത് മീറ്റിനേക്കാൾ ഏറ്റവും നല്ല മീറ്റ്, അധികം ഈ ബീഫിന്റെ അത്ര പോലും ഫാറ്റ് നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു മീറ്റും ഒക്കെയാണെന്ന് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ ഈ പന്നിയെ കുറിച്ചിട്ടുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. അത് തീട്ടം കഴിക്കുന്ന എന്താ പറയുക ജന്തുവാണ്. തീട്ടം കഴിക്കുന്നത് അയാൾ ആ വീഡിയോയിൽ പറയുന്ന പോലെ പന്നി മാംസം മാത്രമല്ല തീട്ടം കഴിക്കുന്നത്, ഈ ചിക്കൻ പോലും കോഴി പോലും എന്ത് ചെയ്യും, നമ്മൾ തീട്ടം കഴിക്കുന്നുള്ളതാണ്. അതാണ് കൊടുക്കുന്നത്, അത് തിന്നും. അത് അവരെ തന്നെ വിസർജ്യം തന്നെ ഈ എന്താ നമ്മൾ കൊടുക്കുന്ന ഫുഡിന്റെ ഒപ്പം ഇടയിൽ കലർന്നു പോയാൽ അവരതുപോലും കഴിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയൊക്കെ കഴിച്ചിട്ടാണ് അവരെ പല ഭക്ഷണങ്ങൾ അവർക്ക് ദഹിച്ചു പോകുന്നത് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ചിക്കൻ കഴിക്കുന്നില്ലേ? ഇങ്ങനെ അറപ്പ് പറയുകയാണെങ്കിൽ നമുക്ക് ചിക്കൻ കഴിക്കാതിരിക്കണം. പക്ഷേ ചിക്കനാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ വെട്ടി ഒഴുകുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഈ മതഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന സംഗതികളൊക്കെ ഫോളോ ചെയ്തിട്ടാണ് പലപ്പോഴും ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദു മതവിശ്വാസികളായാലും ഇനിയിപ്പോൾ ക്രിസ്ത്യൻ മതവിശ്വാസികളായാലും ജ്യൂസുകളായാലും ഇപ്പോഴും ഈ 2025 ഒരു അല്പം പോലും വെളിച്ചം കയറാത്ത ആ മതഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവരിപ്പോഴും ജീവിതം മുന്നോട്ട് തള്ളിവെക്കാൻ നോക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ അധികം എല്ലാ വശവും തേഞ്ഞു പോയ ഒരു പഴയ ടയർ വെച്ചിട്ടാണ് ഒരു പുതിയ ബസ്സിന് ഉന്തി മുന്നോട്ട് നീക്കാൻ നോക്കുന്നത്. പഴയ ടയറാണ് സുഹൃത്തുക്കളെ. ആ ടയറൊക്കെ ഒന്ന് മാറ്റണം.
നമ്മൾ 2025 എത്തിയിരിക്കുന്നു. ഇനിയെങ്കിലും ആ പഴയ ടയറൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതിൽ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി അതിനൊരു പുത്തൻ ടയറാക്കി 2025 യോജിക്കുന്ന ടയറാക്കി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയാക്കി ഓടിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് പറഞ്ഞു വെച്ചത്. ഈ പഴയ മതഗ്രന്ഥങ്ങളിലെ ആ ഒരു കാലഘട്ടത്തിൽ മാത്രം യോജിക്കുന്ന അതിലത്തെ ചില വാചകങ്ങളൊക്കെ ഇപ്പോഴും കെട്ടിപ്പിടിച്ചിടക്കുന്ന ഒരുപാട് ആളുകൾ ഇതിന്റെ പേരിൽ നമ്മുടെ നാട്ടില് എന്താ പറയുക മതപ്രസംഗം നടത്താൻ തുടങ്ങിയിരിക്കുന്നു. ഈവൻ ഒരു ഭക്ഷണത്തെക്കുറിച്ച് ആരെങ്കിലും ഒരാൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ സംഗീതനെ പറയാം, ശബരിമല കാലത്തുണ്ടാകുന്ന ഈ അരവണ പായസം ചില കുട്ടികളൊക്കെ അത് ജാതി മതം ഒന്നും നോക്കാതെ സ്കൂൾ കുട്ടികളെല്ലാം അതിൽ ഇസ്ലാം മത വിശ്വാസികളുണ്ട്, തട്ടമിട്ടവരുണ്ട്, തട്ടമിടാത്തവരുണ്ട്, ഒക്കെ ഉണ്ട്. എല്ലാവരും അത് കഴിക്കുന്നുണ്ടപ്പോൾ അനക്കൊന്ന് സ്വർഗത്തിൽ പോകണ്ടേ എന്നൊക്കെ ചോദിച്ച ആൾക്കാരടക്കം ഉണ്ട്. വേറൊരു ചോദ്യമാണ് ചോദിച്ചത്, ഈ ഇസ്ലാം മത വിശ്വാസികളുടെ കാര്യം ഇസ്ലാം മത വിശ്വാസികൾ മാത്രം പറഞ്ഞാൽ മതി, മറ്റുള്ളവരൊന്നും പറയണ്ട എന്നുള്ള വർത്താനം പറഞ്ഞുപോയി. ചില ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോക്ക് വന്ന് താഴെ കമന്റ് ഒക്കെ ഇടാറുണ്ട്. അവരോട് പറയാറുള്ളത്, സുഹൃത്തെ, നമ്മളൊക്കെ മനുഷ്യരാണ്, എല്ലാവരും മനുഷ്യരാണ്. ഈ ലോകത്ത് ഇസ്ലാം മത വിശ്വാസികൾക്ക് മാത്രമായിട്ട്, അല്ലെങ്കിൽ ഹിന്ദു മത വിശ്വാസികൾക്ക് മാത്രമായിട്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മത വിശ്വാസികൾക്ക് മാത്രമായിട്ട് പ്രത്യേക ബ്ലഡ് ഗ്രൂപ്പ് ഒന്നുമില്ല. അവർക്ക് മാത്രമായിട്ട് പ്രത്യേക അവയവങ്ങളൊന്നും മനുഷ്യന്റെ ശരീരത്തിൽ രൂപീകരിച്ചിട്ടില്ല. ഇവിടെ ഹിന്ദുക്കള് ഹോമോസാപ്പിയൻസ് അല്ലാതെ വേറൊരു സാപ്പിയൻസ് ആയിട്ട് ജീവിക്കുകയല്ല. ഇസ്ലാം മത വിശ്വാസികളും ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, ഏത് മതം ആയിക്കോട്ടെ, ഇവരൊക്കെ സാപ്പിയൻസിൽ പെടുന്നവരാണ്, ഹോമോസാപ്പിയൻസിൽ തന്നെ പെടുന്നവരാണ്. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ല അപകടവും പറ്റിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ന മതത്തിൽപ്പെട്ട രക്തം മാത്രം മതി എന്നും നമ്മൾ പറയില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞൊരു കഥ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണം കേട്ടോ. എൻ്റെ സുഹൃത്ത് ഒരു ദിലീപ് എന്ന് പറയുന്ന കോട്ടക്കലുള്ള ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു കഥയാണ്. അദ്ദേഹത്തിന്റെ നാട്ടിലെ ഒരാൾക്ക് ഒരു വലിയ അപകടം പറ്റുന്നു. ഒരു സ്ത്രീക്ക് ഭർത്താവിന് മകനൊരു അപകടം പറ്റുന്നു. അപകടം പറ്റിയതിന്റെ ഭാഗമായിട്ട് പെട്ടെന്ന് നാട്ടിലേക്ക് ഇൻഫർമേഷൻ വരുന്നു, ഏതൊരു റയർ ഗ്രൂപ്പ് ബ്ലഡ് ആണ്. പണിസ്ഥലത്തുള്ള എൻ്റെ സുഹൃത്തിന്റെ സുഹൃത്ത് ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ബ്ലഡ് കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും ആരാണ് ബ്ലഡ് കൊടുക്കണേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ മകന്റെ അമ്മ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന റൂമിലേക്ക് വന്നപ്പോൾ ആ നാട്ടിലുള്ള ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് ആ ബ്ലഡ് കൊടുക്കുന്നത്. അപ്പത്തിന് ഇവന്റെ ബ്ലഡൊക്കെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അത് പാക്ക് ആക്കി കഴിഞ്ഞ സമയത്താണ് ഈ സ്ത്രീ വരുന്നത്. സ്ത്രീ വന്ന സമയത്തിന് പറഞ്ഞു അത്രേ, ഈ ഒരു താഴ്ന്ന ജാതിയുടെ ആ ഒരു പേര് വിളിച്ചിട്ട് ഇവന്റെ ചോരയാണ് എൻ്റെ മോന് കൊടുക്കണത് എന്ന് ചോദിച്ചത്രേ. സംഭവിച്ച കഥ സംഗതി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ ആ ബ്ലഡ് കൊടുക്കാൻ തയ്യാറായില്ല. എൻ്റെ ചോരയാണ് സാറേ, അത് കൊണ്ടുപോകണ്ട, ഈ സ്ത്രീയുടെ മകൻ എൻ്റെ ചോര കൊണ്ട് ജീവിക്കണ്ട. അന്ന് ഡോക്ടർമാർ പറഞ്ഞത്, നിങ്ങളെ മകൻ ജീവിക്കണമെങ്കിൽ ഈ ബ്ലഡ് വേണം, എങ്ങനെ നിങ്ങൾ തീരുമാനിച്ചു എന്നുള്ളതാണ്. അവസാനം ആ ഒരു ചെറുപ്പക്കാരനെ കാലുകളൊക്കെ വീണ് മാപ്പബീഴ്സിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആ ഒരു ബ്ലഡ് കൊടുത്തതെന്ന് എൻ്റെ ദിലീപ് എന്ന് പറയുന്ന സുഹൃത്ത് എന്നോട് ഒരിക്കൽ ഒരു കഥയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അടക്കം എന്താ പറയുക, ഈ ജാതി ചിന്തയും മതചിന്തയുള്ള ആളുകളൊക്കെ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നത്. ഇതൊക്കെ ഒന്ന് മാറിയിട്ട് 2025 എല്ലാ മാംസവും കഴിക്കുന്ന രീതിയിൽ ഇതൊക്കെ ഒന്ന് പട്ടിണി വന്ന് നോക്കണം. ഒരു ചിക്കനും കിട്ടാതിരിക്കുക, ഒരു ഭക്ഷണം കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പന്നിയല്ല അതിൻ്റെ അപ്പുറം ചിലപ്പോൾ നമ്മൾ തിന്നുന്നൊക്കെ വരും. സുഹൃത്തുക്കളെ, എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ മതങ്ങൾ ഈ ഭക്ഷണങ്ങൾ എങ്ങനെ വേർതിരിക്കുന്നത് വെച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് ഒന്ന് എഴുതി വെക്കാൻ ശ്രമിക്കുക കേട്ടോ. ബൈ.